അമ്മ സംഘടനയിൽ അടുത്ത കാലത്തായി ഉടലെടുത്ത തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് നടി ജോളി ഈശോ പറയുന്നു. എന്തെങ്കിലും ഒരു സിനിമയിൽ അറ്റ്ലീസ്റ്റ് ഒരു സിനിമയിലെങ്കിലും ഞങ്ങൾക്കൊരു ചാൻസ് തന്നൂടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരൊരു വാഗ്ദാനം തരും. നമ്മൾ ചെന്ന് മീറ്റിങ്ങിന് ചെല്ലിയല്ലേ, മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ പറയും ഇനി എല്ലാവരെയും അടുത്ത ഒരു ഓരോരുത്തർക്ക് ഓരോ അവർ വർക്കില്ലാതെ നിൽക്കുന്നവരെല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തി അത് ചെയ്യാൻ പോണു, ഇത് ചെയ്യാൻ പോണു എന്നെല്ലാം പ്രതീക്ഷകൾ തരും. അപ്പം നമ്മൾ ഓർക്കോ ഇനി വിളിക്കും. അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമുകളുണ്ടല്ലോ, എന്നിട്ട് പിന്നെ ആ പ്രോഗ്രാം കഴിയൂലോ, അപ്പം നമ്മളെ വിളിക്കില്ല. പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവർ പറഞ്ഞ എന്നറിയോ, അവര് ചാനൽ ആവശ്യപ്പെട്ടവര് അവരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ചാനൽ ആവശ്യപ്പെട്ടവരെ എടുപ്പിക്കുള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ എക്സ്ക്യൂസസ് ആണ്, കാരണങ്ങൾ പലതും പറയും. അതുകൊണ്ട് പിന്നെ ചോദിക്കാതിരിക്കും. വിഷമമില്ലെന്ന് ഞാൻ പറയില്ല, വിഷമമൊക്കെ ഉണ്ട്. എൻ്റെ മാത്രമല്ല, ഒരിക്കൽ മമ്മൂക്ക പറഞ്ഞു പെൻഷൻ കിട്ടുന്നതിന്, പെൻഷനല്ല കൈനീട്ടെന്നാണ് പറഞ്ഞത്, കൈനീട്ടം നിങ്ങൾ ചോദിച്ച് മേടിക്കേണ്ടതല്ല, അത് അറിഞ്ഞു തരേണ്ടതാണെന്ന് മമ്മൂക്ക പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ളൊരു അയാളിപ്പോൾ മരിച്ചുപോയി, ആ പുള്ളി കരഞ്ഞു. ആ പുള്ളിക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ വർഷം കാണുന്നവർ അടുത്ത വർഷം കാണാറില്ല മീറ്റിങ്ങിലൊക്കെ. അപ്പോൾ ആ പുള്ളി കരഞ്ഞു. അതെന്നാ വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ചിലരടുത്ത് നിന്നിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചെടുപ്പിച്ച് എനിക്ക് തന്നു എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ബാബു നമ്പൂതിരി പെൻഷൻ കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് അത്യാവശ്യം വർക്കുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-4 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കിനി തരണം, എനിക്ക് വർക്കൊന്നും ഇപ്പം ഇല്ല, സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതവിടെ അനൗൺസ് ചെയ്തു, പുള്ളിക്ക് അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാ പ്രാവശ്യവും 2-3 പേർക്ക് അനുവദിക്കുന്നുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ആർക്കും പുതിയ ആളുകൾക്ക് കൊടുത്തിട്ടില്ല. എല്ലാ വർഷവും പുതിയ കുറച്ച് പേർക്ക് പെൻഷൻ അനുവദിക്കാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും നടന്നില്ല. ഈ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇവർ തന്നു, കണക്ക് ഇങ്ങനെ ഇല്ലായിരുന്നുള്ളവർ അറിയുന്നില്ലല്ലോ, കണക്ക് ഇങ്ങനെയൊക്കെ കിടക്കുക എന്നുള്ളവർ അറിഞ്ഞില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓരോ ഇതിട്ടിട്ടുണ്ട്, നമുക്ക് ഗിഫ്റ്റ് തരും, ഒത്തിരി ഗിഫ്റ്റുകൾ വരും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ഇനി ഞാനൊരു സ്ഥലത്തും, കാരണം പലരും എന്നോട് പരാതി പറഞ്ഞു പല ആർട്ടിസ്റ്റുകൾക്കും ഗിഫ്റ്റ് കിട്ടുന്നില്ല, അവർ മുഖവും ആളും തരം അനുസരിച്ചാണ് കൊടുക്കുന്നത്. ആണോ? ഒത്തിരി പേര്, അത് അമ്മയിലല്ല ആത്മസംഘടനയിൽ, കാരണം അതിനകത്ത് ചെറിയ വേഷം ചെയ്തവരൊക്കെ ഉണ്ടല്ലോ, അവർക്കാർക്കും കൊടുക്കുന്നില്ല. അവർ ചെല്ലുമ്പോഴൊക്കെ അവർ പറയും പോയി ഇപ്പോൾ കൊടുക്കുന്നില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ളെന്ന് പറയും, എന്നിട്ട് അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അവർക്കൊക്കെ വലിയ വിഷമമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതൊരു വൃത്തികെട്ട നടപടിക്രമമാണ്, എല്ലാവർക്കും കൊടുക്കുക. ഇത്ര മെമ്പർമാരുണ്ടെന്നറിയാലോ, ഇത്ര പേരാണ് അതിനകത്തുള്ളത്, മിടുക്കുള്ളവർ തന്നെ വന്നും തന്നെ മേടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക, എല്ലാവർക്കും എല്ലാം കൊടുക്കുക. അത് ഞാൻ ഇപ്രാവശ്യം എന്താണെങ്കിലും ആത്മയിൽ ഗണേശനോട് പറയണം എന്നോർത്തുകൊണ്ടിരിക്കുകയാണ്, പറയും. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മേടിക്കുകയുള്ളൂ, അല്ലാണ്ട് ഇനി, കാരണം നമുക്ക് ചിലപ്പോൾ വിളിച്ച് തരുന്നുണ്ടായിരിക്കും മറ്റൊരാൾ, ഇതെന്ത് പുതിയ, അയ്യോ ഇതെനിക്ക് കിട്ടിയില്ല, അയ്യോ ഇവിടെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കൊടുത്തില്ല, അവർ വന്നിച്ച് നമ്മളോട് പരാതി പറയും, അപ്പോൾ നമുക്കതൊരു വിഷമമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പലർക്കും. ഞാൻ പറയും അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങളിത് എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്തിനാണ്? നമ്മുടെ സൗജന്യത്തിൻ്റെ ആവശ്യം അവർക്കില്ല, അവർക്കും യോഗ്യത ഉള്ളവരല്ലേ, അവരതൊരു ആർട്ടിസ്റ്റുകളല്ലേ, അവർ യോഗ്യതയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ മുഖം തിരിച്ചറിഞ്ഞില്ല, ഇപ്പോൾ വർക്കിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെയും ബാധിക്കുന്ന നാളെ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാവും, ഇല്ലേ? അതെ ചേച്ചി, ഈ പ്രാവശ്യം സംഘടനയിലെ നേതൃമാറ്റങ്ങളെല്ലാം വന്നപ്പം ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിങ്ങൾ മെമ്പേഴ്സ് എല്ലാവരും, ഓക്കെ സ്ത്രീകൾ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വരുമായിരിക്കും എന്നൊക്കെ, നല്ലൊരു മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്, മാറ്റങ്ങൾ നല്ലതാവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല നേതൃമാറ്റങ്ങൾ വരുമ്പോൾ ഒരു പക്ഷെ പുതിയതായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വരും, ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷെ പിന്നീട് നമ്മളെല്ലാവരും കാണുന്നതും കേൾക്കുന്നതും എല്ലാം വീഴ്ചകളും പരാതികളും വഴക്കുകളും പരിഭവങ്ങളും ഇതൊക്കെ തന്നെയാണ്. പുറമെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇത് കാണുമ്പം എത്രത്തോളം വിഷമവും വേദനയും ഉണ്ടെങ്കിൽ, ചേച്ചി ഇത്രയും ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ചേച്ചിയുടെ ഫാമിലി പോലെ ചേച്ചി കാണുന്നു എന്ന് പറയുന്ന ആ സംഘടനയിൽ ഇത് നടക്കുമ്പോൾ ചേച്ചിക്കൊക്കെ എത്രത്തോളം വിഷമം ഉണ്ടാവും?
പലരും ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒത്തിരി പേര് പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം നമുക്ക് ഇതിനകത്ത് എന്താ പറയണ്ടേ, കാരണം ഇതുകൊണ്ട് വേറെ വല്ല കുഴപ്പം പുറത്തേക്ക് അനാവശ്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയരുതെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം നമ്മളുടെയൊക്കെ ബുദ്ധി അല്ല ഇതിനകത്ത്, ഭയങ്കര ബുദ്ധിയുള്ളവരാണ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് എന്തൊക്കെയോ ഇതിനകത്ത്. സംഘടനയെ നയിക്കുന്നവർ കുറച്ചുകൂടി പക്വതയും മര്യാദയും കാണിക്കേണ്ടിയിരുന്നു. ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ പെരുമാറ്റത്തെയും ജോളി വിമർശിച്ചു. മുതിർന്ന താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയവർ മൗനം പാലിക്കുന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാകാമെന്നും ജോളി പറയുന്നു. ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മുടെയൊന്നും ബുദ്ധിയല്ല ഇതിനകത്ത്. ഭയങ്കര ബുദ്ധിയുള്ളവരാണ് അതിനകത്ത് കിടന്ന് കളിക്കുന്നത്. എന്തൊക്കെയോ ഇതിനകത്ത് ചീഞ്ഞു നാറുന്നുണ്ട്. കുറച്ച് സ്ത്രീകൾ തന്നെയാണ് പ്രശ്നം, അല്ലാതെ പുരുഷന്മാരല്ല. എല്ലാ സ്ഥാനങ്ങളിലും സ്ത്രീകൾ വന്നതിന്റെ വൈരാഗ്യം പുരുഷന്മാരിലുണ്ട്. ലക്ഷ്മിപ്രിയയെ കൊണ്ടുവന്നത് സിദ്ദിഖായിരുന്നു. അന്ന് ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല. എന്നാൽ കഴിഞ്ഞ തവണ ഇത് സിദ്ദിഖ് തന്നെ സമ്മതിച്ചു. ലക്ഷ്മിപ്രിയ അടക്കമുള്ള 2-3 പേർ മത്സരിച്ചിട്ട് വിജയിച്ചില്ല. അവരൊക്കെ സംസാരിച്ചാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ റേഞ്ച് നമുക്ക് മനസ്സിലാകും. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ പക്വത വേണം. ആളുകളോട് പെരുമാറുന്ന രീതിക്ക് കുറച്ച് മയം വേണം. വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നും തലപ്പത്തിരിക്കാൻ കൊള്ളില്ല. തലപ്പത്തിരിക്കണമെങ്കിൽ കുറച്ച് എളിമയും കാര്യങ്ങളും ഒക്കെ വേണം. ഇടവേള ബാബു ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏത് കാര്യങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും എടുക്കും. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാണ് ഫോൺ എടുക്കുക. ഇത്രയും ആളുകളുടെ നമ്പർ സേവ് ചെയ്യും, ശബ്ദം ഓർമ്മിക്കും. അക്കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ശ്രദ്ധാലുവാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ആരെന്ത് ചെയ്താലും സംഘടന പൊളിയുമെന്നോർത്ത് നിങ്ങൾ ഇരിക്കേണ്ടെന്ന് പറഞ്ഞാണ് മോഹൻലാൽ അന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ പറഞ്ഞ ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. അടുത്ത ഇലക്ഷൻ വേണമെന്നാണ് ഞങ്ങൾ എല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരെയും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ആണുങ്ങൾ മത്സരിക്കണം. ലക്ഷ്മിപ്രിയ ഇനി അതിനകത്തേക്ക് കയറ്റാനേ പാടില്ല. അതിനുള്ള യോഗ്യത ആ കുട്ടിക്കില്ല. ഒരു സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത പെണ്ണ് തന്നെയാണ്. ഇതിന്റെ തുടക്കമിട്ടത് അവളൊക്കെ തന്നെയാണ്. പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾക്ക് കേസ് കൊടുത്തു. അമ്മയിൽ നിന്നും അവശ്യ കലാകാരന്മാർക്ക് കിട്ടുന്ന സഹായത്തിനെ പെൻഷൻ എന്ന കൈനീട്ടം എന്നാണ് പറയുന്നത്. ഒരിക്കൽ മമ്മൂക്ക പറഞ്ഞു, ആ കൈനീട്ടം നിങ്ങൾ ചോദിച്ചു മേടിക്കേണ്ടതല്ല, അത് അറിഞ്ഞു തരേണ്ടതാണെന്ന്. പെൻഷനെ കുറിച്ച് ചോദിക്കാൻ പോയ ആർട്ടിസ്റ്റായ ആ പുള്ളിക്കാരൻ കരഞ്ഞു. അദ്ദേഹം ഇപ്പോഴില്ല, മരിച്ചുപോയി. നടക്കാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കലാകാരനായിരുന്നു. ഈ വർഷം കാണുന്നവരെ അടുത്ത വർഷം കാണണമെന്നില്ല. ആ പുള്ളിക്കാരൻ കരയാൻ കാരണം അദ്ദേഹത്തിന് ഭയങ്കര കഷ്ടപ്പാടാണ്. ചിലർ അവിടെ പറയുന്നത് കേൾക്കാം, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് എനിക്ക് കൈനീട്ടം തന്നു എന്നൊക്കെ. നടൻ ബാബു നമ്പൂതിരി കൈനീട്ടം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം നിരസിച്ചു. അത്യാവശ്യം വർക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈനീട്ടം വേണമെന്ന് പറഞ്ഞു. വർക്കില്ലെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായും പറഞ്ഞു. അതിനുശേഷം സംഘടനയിൽ അനൗൺസ് ചെയ്ത് പുള്ളിക്ക് കൈനീട്ടം അനുവദിച്ചു. എല്ലാ പ്രാവശ്യവും 1-2 പുതിയ ആളുകളെ കൈനീട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. അതുപോലെ പല ആർട്ടിസ്റ്റുകൾക്കും മീറ്റിംഗിന് ചെല്ലുമ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നില്ല. ചിലർ എന്നോട് പരാതി പറഞ്ഞു, മുഖവും ആളും തരവും അനുസരിച്ചാണ് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് ആത്മസംഘടനയിൽ നടക്കുന്ന കാര്യമാണ്. ചെറിയ വേഷങ്ങൾ മാത്രം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഗിഫ്റ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ കൊടുക്കുന്നില്ല, പിന്നെ വരൂ എന്ന് പറയും. പിന്നീട് ചെല്ലുമ്പോഴേക്കും കഴിഞ്ഞു കാണും. അവർക്ക് കിട്ടുകയുമില്ല. ഇക്കാര്യം ഗണേഷ് കുമാറിന് പറയാനിരിക്കുകയാണ് ഞാൻ. മിടുക്കുള്ളവർ തന്നെയും പിന്നെയും വാങ്ങിപ്പോയിട്ട് കാര്യമില്ലല്ലോ എന്നും ജോളി പറയുന്നു. സംഘടനയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അനാവശ്യമായി പുറത്തു വരരുത്, ചർച്ചയാകരുത് എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്ന് കൃത്യമായി അറിയില്ല. ഭയങ്കര ബുദ്ധിയുള്ളവരാണ് സംഘടനയ്ക്ക് ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്.